പുതിയ തൊഴിൽ സംസ്കാരത്തിലെ അമിത ജോലിഭാരം മൂലം മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന പൂനെയിലെ തൊഴിൽ സ്ഥലത്ത് മരണമടഞ്ഞ സംഭവത്തിൽ ഏണസ്റ്റ് ആൻഡ് യങ്ങിനെതിരെ കടുത്ത നടപടിക്ക് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. മുൻ കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടതും. ഇതിനു പിന്നാലെ അന്നയുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്കെതിരെ കത്ത് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുകയാണ്. ജോലിഭാരവും ഓഫീസിലെ സമ്മർദ്ദവുമാണ് അന്ന സബാസിന്റെ മരണത്തിന് കാരണമെന്നും പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരയാണ് തന്റെ മകളെന്നുമുള്ള അമ്മയുടെ കത്താണ് യുവതിയുടെ മരണം ദേശീയ തലത്തിൽ ചർച്ചയാക്കിയതും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് വഴിയൊരുക്കിയതും. ഡെലോയിറ്റ്, KPMG, PwC എന്നീ സ്ഥാപനങ്ങളെപ്പോലെ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സേവന ശൃംഖലകളിൽ ഒന്നാണ് ഏണസ്റ്റ് ആൻഡ് യങ്. അവിടുത്തെ തൊഴിൽ സംസ്കാരമാണ് ഇപ്പോൾ രാജ്യത്തെ ചർച്ചാ വിഷയം. ഒടുവിൽ ഈ കത്ത് കണ്ട വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ തൊഴിലിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം, അന്ന സബാസിന്റെ മരണം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾ അന്വേഷിക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖർ ശക്തമായി ആവശ്യപ്പെട്ടു. ഇതോടെ മലയാളി യുവതി പൂനെയിൽ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ രാജീവ് ചന്ദ്രശേഖറിന് നേരിട്ട് ഉറപ്പു നൽകുകയായിരുന്നു. തൊഴിലിടങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേന്ദ്രം നടപടികൾ കൈക്കൊള്ളണമെന്നും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് തങ്ങൾക്ക് കത്തയച്ച അന്നയുടെ കുടുംബത്തോട് കമ്പനി മാപ്പപേക്ഷിച്ച് മറുപടി നൽകിയത്. പക്ഷേ ഇതൊന്നും അന്നയുടെ മരണത്തിന് പകരമാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും കേന്ദ്ര സർക്കാരും. അന്നയുടെ മരണം പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിലെ അമിത ജോലിഭാരം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ അനിത കമ്പനിക്ക് അയച്ച കത്തിൽ ഇങ്ങനെ പറയുന്നു. സ്കൂളിലും കോളേജിലും ടോപ്പറായിരുന്ന മകൾ മികച്ച കരിയർ പ്രതീക്ഷിച്ചാണ് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ജോലിക്ക് കയറിയത്. എന്നാൽ വെറും 4 മാസത്തിനുള്ളിൽ അവൾ ജോലിഭാരത്തിന് കീഴടങ്ങി. ഔദ്യോഗിക ചുമതലകൾക്ക് പുറമെ അധിക ജോലികൾ മാനേജർ അടിച്ചേൽപ്പിച്ചു. രാത്രി വൈകിയും വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടി വന്നു. മിക്ക ദിവസങ്ങളിലും തീർത്തും ക്ഷീണിതയായാണ് താമസ സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നത്. അശ്രാന്തമായി പ്രവർത്തിച്ചെങ്കിലും ജോലിഭാരവും പുതിയ അന്തരീക്ഷവും ശാരീരികമായും മാനസികമായും അവളെ ബാധിച്ചു, ഉറക്കമില്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ആളുകളെയോ പ്രാദേശിക ഭാഷയോ അറിയാത്ത പുതിയ നഗരത്തിൽ പൊരുത്തപ്പെടാൻ പാടുപെടുന്ന പുതിയ ജീവനക്കാരിയായ അവൾക്ക് ഒരു പരിഗണനയും നൽകിയില്ല. ഈ കോർപ്പറേറ്റ് തൊഴിൽ സംസ്കാരമാണ് മകളുടെ ആരോഗ്യം നശിപ്പിച്ചതും മരണത്തിലേക്ക് തള്ളിവിട്ടതും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം, മറ്റാർക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നാണ് അന്നയുടെ അമ്മ കത്തെഴുതിയത്. ഇതോടെ കമ്പനി ഉദ്യോഗസ്ഥർ അന്നയുടെ വീട്ടിലെത്തി തൊഴിൽ സാഹചര്യത്തിന്റെ കാര്യത്തിൽ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ പഠിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. പുതിയതായി വരുന്നവർക്ക് പ്രശ്നങ്ങളും സമ്മർദ്ദവും തുറന്നു പറയാനായി അവസരം നൽകാൻ ഒരു പോർട്ടലുണ്ട്. അതിൽ കാര്യങ്ങൾ പേരറിയിക്കാതെ പറയാനുള്ള സൗകര്യമുണ്ട് എന്നാണിപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ മറുപടി. തങ്ങളുടെ തൊഴിൽ സംസ്കാരമല്ല ഇതെന്നും ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകില്ലെന്നും EY ചെയർമാൻ രാജീവ് മേമാനിയും മറുപടി നൽകിയിരുന്നു. കടുത്ത ജോലി സമ്മർദ്ദം തന്നെയാണ് അന്നയുടെ മരണത്തിലേക്ക് നയിച്ചത്. IT, ഫിനാൻസ് വിഭാഗങ്ങളിൽപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളിലെ അമിത ജോലി സമ്മർദ്ദം തടയാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെടുന്നത്. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ അതിശക്തമായി ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചതും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതും.